ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC കെമിസ്ട്രി ക്വസ്റ്റ്യൻ സീരീസിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ചാപ്റ്റർ 5 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാനായിട്ട് പാടില്ല, പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്നത്? യെസ്, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും അതുപോലെ സമയവും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അല്ലേ? അതായത് ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഉദാഹരണത്തിന് N2+3H2 ഗീവ്സ് 2NH3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുകയാണ്. ഈ സമയത്ത് N2ഉം H2ഉം കൂടി ചേർന്ന് NH3 ഉണ്ടാവുകയും അതുപോലെ NH3 ഡീകമ്പോസ് ചെയ്ത് തിരികെ N2ഉം H2ഉം ആയിട്ട് മാറുകയും ചെയ്യും. അതായത് ഫോർവേഡ് റിയാക്ഷനും നടക്കും, അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഒരേപോലെ വരുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുക. എന്താ ഞാൻ പറഞ്ഞത്? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേപോലെ വരുന്ന ആ ഒരു പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുക. ആ അവസ്ഥയിൽ ഈ പറഞ്ഞ റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫോർവേഡ് റിയാക്ഷനാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫോർവേഡ് റിയാക്ഷനാണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോക്കുക. ആൻഡ് ഇത് രണ്ടും കൂടിച്ചേരുന്ന ഈ ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് പറയും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് നമ്മൾ പറയും. ഓക്കെ, രണ്ടിൻ്റെയും റേറ്റ് ഈക്വലായി, അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തി, പിന്നെ ഈ ഒരു റിയാക്ഷൻ തുടർന്ന് ഇക്വിലിബ്രിയം അവസ്ഥയിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അതാണ് ഈ ഒരു ഗ്രാഫിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദ ഗ്രാഫ് റെപ്രസെൻറ്റിങ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് ഗിവൺ. ഏതോ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഗ്രാഫാണ് നൽകിയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്കറിയാലോ. യെസ്, മുകളിൽ കൊടുത്ത ഗ്രാഫ് ഫോർവേഡ് റിയാക്ഷൻ്റെതാണ്, താഴെ കൊടുത്തത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആണ്. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി തുടർന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെയായിരിക്കും ഈ പറഞ്ഞ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷനെ കാണിക്കുന്നത് ഏതാ? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഏത് പൊസിഷനാണ് ബാക്ക്വേർഡ് റിയാക്ഷനെ കാണിക്കുന്നത്? ഈ ഗ്രാഫ് അല്ലേ? യെസ്, ഈ ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, എന്താ പേര് വരിക? CA അല്ലെങ്കിൽ AC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ AC ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? AC. റെഡി? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ സിസ്റ്റം അക്വയർ ഇക്വിലിബ്രിയം? നിങ്ങൾ പറഞ്ഞോ, ഏത് പൊസിഷനിലാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്? ഏത് പൊസിഷനിലാണ്? A എന്ന് പറയുന്ന പൊസിഷനിലല്ലേ? യെസ്, A എന്ന് പറയുന്ന പൊസിഷനിലാണ് രണ്ടും ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്നത്. അതുകൊണ്ട് A എന്ന് പറയുന്ന പൊസിഷനെ നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ സിസ്റ്റം അറ്റൈൻസ് ഇക്വിലിബ്രിയം, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോൾ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് വിൽ നോട്ട് ചേഞ്ച്. വൈ? അതായത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും മാറില്ല. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും, എന്താ നിങ്ങൾ പറഞ്ഞേ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ ആയിട്ട് വരും. അതായത് മുന്നോട്ട് നടക്കുന്ന പ്രവർത്തനവും പിന്നോട്ട് നടക്കുന്ന പ്രവർത്തനവും ഒരേ റേറ്റിൽ വരും, അല്ലെങ്കിൽ ഒരേ അളവിൽ വരും. അതുകൊണ്ടാണ് ഇവിടെ പുതിയതായിട്ടൊരു പ്രോഡക്റ്റോ പുതിയതായിട്ടൊരു റിയാക്റ്റൻറ്റോ വരാത്തത്. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എന്തായിട്ട് വരും? ഈക്വലായിട്ട് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഈ 3 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രാഫ് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചു പോകണം. പ്രീവിയസ് പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. 2020 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ കൃത്യമായിട്ട് പഠിക്കുക. മേലെയുള്ളത് ഫോർവേഡ് റിയാക്ഷൻ, താഴെയുള്ളത് ബാക്ക്വേർഡ് റിയാക്ഷൻ, തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ്, തുടർന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെയാണ് തുടർന്ന് പോവുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ ആയിട്ട് വരും.
ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടു പഠിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.